ഐഷു എന്നാ ഓർമ്മ എന്നാ പറ ആരാ? കെമിക്കൽ ശിവചേട്ടനല്ലേ? അടിപൊളി. അപ്പൊ എന്റെ ഓർമ്മയുണ്ട്. അങ്ങനെ വരട്ടെ. ചേട്ടന് ജാമ്യൊക്കെ കിട്ടിയായിരുന്നോ? പിന്നെ അതൊക്കെ അന്നേ കിട്ടി. അത് എപ്പോഴും കിട്ടുന്നില്ലേ? ആണല്ലേ. പിന്നെന്തോ പുതിയ പരിപാടി? ഒരു ഷോപ്പൊക്കെ തുടങ്ങണം. ഡ്രഗ്സ് വെക്കാനോ? ലൈസൻസ് കിട്ടുവോ? അയ്യോ അതൊന്നുമല്ല, അതൊക്കെ അന്നേ നിർത്തി. ഇതിപ്പോ ജീവിക്കാൻ വേണ്ടിട്ടൊരു പരിപാടിയായിട്ട് ഷോപ്പൊക്കെ തുടങ്ങി അങ്ങനെ പോണം. തീരുമാനിച്ചല്ലേ, നല്ല കാര്യം. പിന്നെ വീട്ടുകാരൊക്കെ എന്താ പറയുന്നു? വീട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു, അവരൊക്കെ ഹാപ്പി. ഞാൻ 2 ദിവസം അവരോട് ഉണ്ടായിരുന്നു, അമ്മയുടെ അടുത്തൊക്കെ. അവരൊക്കെ സന്തോഷം. ഞാൻ അങ്ങനെ പോയിട്ടല്ലേ വീട്ടില്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ അവർക്ക് ഭയങ്കര ഹാപ്പി. ആണല്ലേ, നന്നായി. ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ? ഓ പിന്നെ സുഖമായിട്ടിരിക്കുന്നു. കേശു ഉണ്ട്, അകത്ത് കാണും. ശിവുന് സുഖല്ലേ? ആർക്ക്? ശിവാനി, ശിവു. ശിവു? അതെ അതെ. കേശുവിനെ അന്വേഷിച്ചെന്ന് പറയണേ. പറയാം. എന്റെ ജീവിതം മാറ്റിമറിച്ച ആളല്ലേ. അല്ല കാണണോ? കാണണമെങ്കിൽ വാ കേറ്. കാണണം. അത് ഇപ്പഴല്ലേ, ഞാൻ വേറൊരു ആവശ്യമായിട്ട് പോവാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അല്ല ഇപ്പൊ എങ്ങോട്ട് പോവാ? അല്ല നമ്മുടെ പഴയ താവളയില്ലേ, അവിടെ പയ്യന്മാര് കാണുമല്ലോ. അപ്പൊ അവര് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ മഴയും പെയ്തു. അങ്ങനെ ഇവിടെ കയറി നിൽക്കാന്ന് വിചാരിച്ച്. അപ്പൊ ശിവും വന്നു. അപ്പൊ കണ്ടത് നന്നായി. അല്ല പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും കേശുവിനെ കാണാലോ. ശിവു താങ്ക്സ് കേട്ടോ. എന്തിന്? അല്ല എന്റെ ജീവിതം മാറ്റിമറിച്ച ആളല്ലേ. ഞാനോ? കേശു അല്ലേ? അല്ലല്ല. അതിനിപ്പോ താങ്ക്സ് ഒന്നും വേണ്ട കേട്ടോ. അതിപ്പോ ചേട്ടാ ആ ഒരു സാഹചര്യത്തില് ഞാനൊരു നിമിത്തമായി പോയി, അത്രേ ഉള്ളൂ. അതിന് താങ്ക്സ് ഒന്നും വേണ്ട. അല്ല പറയേണ്ടത് നമ്മുടെ കടമയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. അല്ല ഇനിയിപ്പോ ചെന്നൈക്ക് പോകുന്നില്ലേ? പിന്നെ പോവണ്ടേ, കോളേജ് ആവുമ്പോ ഞാൻ പോവും. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കൊഴപ്പില്ല, അങ്ങനെ പോകുന്നു. നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. ആവട്ടെ, തിരിച്ചു വരുമ്പോ ആയിക്കോട്ടെ, കാണാം കേട്ടോ. കാരണം കേട്ടോ. ശരി. ശിവു എന്താ ഏട്ടാ? ബൈ ബൈ. ലൈഫിനെയൊക്കെ പറ്റിട്ടെ അതും ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ പഴയതൊക്കെ മറന്ന് നന്നായി നല്ലൊരു ജീവിതമൊക്കെ വേണമെന്നാണല്ലോ. നല്ല കാര്യം, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അത് വേണം. പക്ഷെ ഞാൻ ഇനി വളച്ചൊടിക്കാതെ ഞാൻ കാര്യം പറയാം. സംഭവം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരത്തും പറയുകയും ചെയ്യല്. ഇവിടെ തന്നെ അവസാനിച്ചാ മതി. എനിക്കെന്ത് ബുദ്ധിമുട്ട് ചേട്ടൻ പറ. ഞാൻ ജയിലിൽ കിടന്നപ്പോഴാണല്ലോ എന്റെ ജീവിതം മാറിയത്. അത് ചേട്ടൻ പറഞ്ഞല്ലോ. അത് പറഞ്ഞു. അതിന് നിമിത്തായത് നിങ്ങളൊക്കെ ആണല്ലോ. അതും ചേട്ടൻ അടുത്തച്ച് പറഞ്ഞായിരുന്നല്ലോ. അതും പറഞ്ഞു. ചേട്ടാ ഇതിപ്പം ആ സാഹചര്യത്തില് അങ്ങനെ ഞങ്ങൾക്ക് ഒരു നിമിത്തമാവാൻ പറ്റി, അത്രേ ഉള്ളൂ. അതിപ്പോ ഞങ്ങളുടെ സാഹചര്യത്തിൽ ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. എന്തായാലും ചേട്ടൻ നന്നായല്ലോ, അതൊരു സന്തോഷം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അല്ലല്ലേ പോലെ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല. സത്യം പറഞ്ഞ ഇതൊന്നും അല്ല ഞാൻ പറയാൻ വന്ന കാര്യം. എന്തുവാ? ചേട്ടൻ ചുമ്മാ എന്നെ ടെൻഷൻ അടിക്കുന്ന കാര്യം പറ. ഇപ്പം ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് ഇയാൾക്ക് എന്നോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും തോന്നരുത് കേട്ടാ. സത്യം പറഞ്ഞ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത് കൂട്ടുകാരന്മാരെ കാണാനൊന്നുമല്ല, പിന്നെ തന്നെ കാണാനാ. ഞാൻ വളച്ചിട്ട കാര്യം പറയാം. എൻ്റെ
വീടും കുടുംബവും സാഹചര്യങ്ങളൊക്കെ വേറെയാണ്. അതേപോലെ ശിവയുടേതും വേറെ ആയിരിക്കും. എനിക്കിത് പറയാൻ യോഗ്യത ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയാണ്, എനിക്ക് ഇഷ്ടമാണ്. അല്ല, അടിക്കരുത്, വെറുക്കരുത്, ശപിക്കരുത് എന്നും എൻ്റെ മനസ്സിൽ ശിവ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും പറയുകയും ചെയ്യില്ല. ഓക്കെ. ഇവിടെ നിക്കണേ അല്ല റോക്സ് എന്താണ് റോക്കറ്റ് വിട്ട പോലെ പോണാണ്ട് എന്തെന്നാ എന്താന്ന് ചേച്ചി ഷിബു റോക്സിന് എന്നോട് ഐ ലവ് യു ആണെന്ന്. അയ്യേ അയ്യോ എന്ത് ഐ ലവ് യു എന്ന് പറഞ്ഞ അല്ല കണ്ണി നോക്കിട്ട് എനിക്ക് ശിവ ഇഷ്ടമാന്ന്. പിന്നെ അത് മാത്രമല്ല അവൻ ജയിലിൽ കയറിയപ്പോ തൊട്ട് ഞാൻ എന്റെ മനസ്സിൽ കയറി ഇരിക്കുവാണെന്നൊക്കെ. എന്ത് ചെയ്യും ചേച്ചി? ശിവ അതെ